ഹായ്. അപ്പോൾ ക്രോഷേ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിലാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. ആദ്യം വേറെ ഒന്നും വേണ്ട, ബേസിക്കായിട്ട് ക്രോഷേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആവശ്യമുള്ള രണ്ട് സാധനങ്ങളേ ഉള്ളൂ: യാണും ഹുക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇതെല്ലാം എൻ്റെ കയ്യിലുള്ള കുറച്ച് യാൺസാണ്. ഇനിയും ഉണ്ട് കുറേ, ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. അതുപോലെ ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള ഹുക്സാണ്. ഇനി ക്രോഷയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ വേണ്ടത് ക്രോഷേ ഹുക്ക്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആർക്കും ക്രോഷേ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി യാൺസിനെ കുറിച്ച് പറഞ്ഞു തരാം. ഇപ്പോൾ ആദ്യമായിട്ട് ക്രോഷേ പഠിച്ചു തുടങ്ങുന്നവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് അക്രൈലിക് യാണാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അക്രൈലിക് യാൺ പൊതുവേ കമ്പാരിറ്റീവ്ലി ചീപ്പ് യാണാണ്. വില ഏറ്റവും കുറച്ച് കിട്ടുന്നത് അക്രൈലിക് യാണായിരിക്കും. പ്യുവർ അക്രൈലിക് യാണ് ഏറ്റവും റേറ്റ് കുറവ്. പിന്നെ വൂൾ ബ്ലെൻഡ് വരുന്നത് പ്യുവർ വൂള്, കോട്ടൺ, ഷിനേൽ, വെൽവെറ്റ് അതൊക്കെ വരുമ്പം ഫറിയാനൊക്കെ നല്ല റേറ്റ് ആവും. അപ്പോൾ ഏറ്റവും വില കുറഞ്ഞത് അക്രൈലിക് യാണാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്തായിരുന്നാലും പെർഫെക്റ്റ് ആവില്ല, കുറച്ച് മിസ്റ്റേക്സ് വരും, ചിലപ്പോൾ യാൺ വേസ്റ്റ് ആയിരിക്കും. അപ്പോഴതിന് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് അക്രൈലിക് യാണ്. ഇനി അക്രൈലിക് യാണിൽ തന്നെ പല സൈസ് യാണുണ്ട്, പല റേറ്റിലുള്ള യാണുണ്ട്. ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരാൾ ബ്രാൻഡഡ് യാൺ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്ത് പഠിച്ചത് ഇതിലാണ്. ഇത് നമുക്ക് സാധാരണ നമ്മുടെ ലോക്കൽ സ്റ്റോറുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 15 രൂപയാണ്. ഇത്രയാണ് ഒരു 15 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത്. ഇത് ഞാൻ പണ്ട് മേടിച്ചതിൽ ബാക്കിയിരുന്ന യാണാണ്. കുറച്ചുകൂടെ കാണും. പിന്നെ നല്ല കളർ വെറൈറ്റി ഒന്നും നമുക്ക് ഈ ലോക്കൽ സ്റ്റോറിൽ യാണിലൊന്നും കിട്ടാറില്ല. യാൺ ഷോപ്പുകളിലാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി, നല്ല കളറും എല്ലാം കിട്ടുന്നത്. ഇതുപോലുള്ളതൊക്കെ 15 രൂപയ്ക്ക് കിട്ടുന്നത് ഇത്ര ക്വാളിറ്റി കാണുള്ളൂ. ഇതിൻ്റെ പ്രശ്നം ഒന്നാമത് കണ്ടോ, ഒന്നും ഈവൻ അല്ല. യാണിത് അവിടെ പൊന്തിയും പിരിഞ്ഞും ഒക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് വലിയ ക്വാളിറ്റി കാണില്ല. കുറച്ച് എനിക്ക് പല പ്രാവശ്യം പറ്റിയിട്ടുള്ള ആദ്യമായിട്ട് ചെയ്ത സമയത്തൊക്കെ പിടിച്ച് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് മുറിഞ്ഞു പോവും, പൊട്ടിപ്പോവും. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അധികകാലം ലാസ്റ്റ് ചെയ്യില്ല. പിന്നെ ഇങ്ങനെ ഇതിൻ്റെ രോമം പോലെ ഇങ്ങനെ ഒരുപാട് കണ്ടോ, ഇതുപോലെ ഒരുപാട് കാണും. അപ്പം നമുക്ക് ചെയ്ത് പഠിക്കാൻ ഇത് ധാരാളമാണ്. ഇതും അതുപോലെ 15 രൂപയ്ക്ക് ഹുക്ക് കിട്ടും. മെറ്റൽ ഹുക്സ് 15 20 ആണ്, ഓർമ്മയില്ല, ഒരുപാട് വർഷമായി. ഇത് ഞാൻ ഈ അടുത്തിടയ്ക്ക് വാങ്ങിച്ചതാണ്. ഇത് 70 രൂപയോ 75 രൂപയോ അങ്ങനെ എന്തോ ആണ്. പക്ഷേ നമുക്ക് ലോക്കൽ സ്റ്റോർ മറ്റേ എൻ്റെ പഴയ ഹുക്ക് കണ്ടില്ല, അതാണ് ഞാൻ ഇതെടുത്തത്. സെയിം ഇതുപോലെ തന്നെ ഇരിക്കും, കളറൊന്നും കാണത്തില്ല, മെറ്റാലിക് ആയിട്ടുള്ളത്. അത് 15 രൂപയോ 20 രൂപയോ എന്തായിരുന്നാലും 100 രൂപയ്ക്കകത്ത് നമുക്ക് ക്രോഷേ ചെയ്യാത്ത പഠിക്കാനുള്ള എല്ലാ ഐറ്റംസും കിട്ടും. അപ്പോൾ യാൺ മേടിക്കുക, ഹുക്ക് മേടിക്കുക, പിന്നെ ആവശ്യത്തിന് ഒരു കത്രിക, ഇത്രയും മതിയാവും ആദ്യമായിട്ട് ചെയ്ത് പഠിക്കുന്നവർക്ക്. ഒരു ക്രോഷേ സ്റ്റിച്ച് മാർക്കറും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. കാണിച്ചു തരാം. നമുക്ക് സ്റ്റിച്ച് മാർക്കർ എന്നുള്ള രീതിയിൽ വാങ്ങാനാണെങ്കിൽ 2 ടൈപ്പ് കിട്ടും. ഇതുപോലെ ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ടൈപ്പും, ഇതുപോലെ വെറുതെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കെട്ടി വയ്ക്കുന്ന ടൈപ്പാണിത്. ഇത് നമ്മുടെ സേഫ്റ്റി പിന്നൊക്കെ പോലെ ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ടൈപ്പ്. ഇനി ഇതിൻ്റെ പല ഡിസൈനിലും വെറൈറ്റിയിലൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇത് നിങ്ങൾ വാങ്ങിക്കണമെന്ന് അത്യാവശ്യമില്ല. നമ്മുടെ സാധാരണ പിന്നോ സ്ലൈഡോ യാൺ തന്നെ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് മാർക്കറായിട്ട് ഉപയോഗിക്കാം. എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യേണ്ട ആ സ്റ്റിച്ച് എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കാശ് കൊടുത്ത് വാങ്ങണം നിർബന്ധമില്ല. ആദ്യമായിട്ട് ചെയ്ത് പഠിക്കുന്നവർക്ക് നമ്മളെ കയ്യിലുള്ള എന്ത് സാധനം വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, ഇനി പല ടൈപ്പ് യാണുകളെക്കുറിച്ച് പറഞ്ഞുതരാം. ഇത് അക്രലിക് യാൺ, ഏറ്റവും ലോക്കലായിട്ടുള്ള ചീപ്പ് സാധനം. ഇനി ഇതിൻ്റെ തന്നെ നല്ല ക്വാളിറ്റിയിലും സൈസിലും ഉള്ളത് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ ഇപ്പോൾ ഉള്ളത്, ഞാൻ കാണിച്ചു തരാം. ഇത് അക്രലിക് യാണാണ്, 100% അക്രലിക്. ഇത്
ഗംഗ ബ്രാൻഡിൻ്റെ ആണെന്ന് തോന്നുന്നു. സൈസ് 3 ആണ്. പലരും കരുതിയിരിക്കുന്നത്, ഞാൻ പല വീഡിയോസിലും കണ്ട ഒരു മിസ്റ്റേക്കാണ്, യാണിൻ്റെ സൈസ് നിശ്ചയിക്കുന്നത് ഇതിൽ എത്ര നൂല് ചേർന്നിട്ടാണ് യാൺ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് അതിനകത്ത് പറയുന്നത്. പക്ഷേ അങ്ങനെ അല്ല. ഇപ്പോൾ ഇതിനെ നമ്മൾ പിരിച്ച് നോക്കിയപ്പോൾ ഇതിൽ 1 2 3 4 സ്ട്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ എത്ര സ്ട്രാൻഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ യാൺ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ പ്ലൈ ആണ് പറയുന്നത്. എത്ര പ്ലൈ ഓഫ് യാൺസ്. ഇത് 4 പ്ലൈ യാണാണ്, പക്ഷേ സൈസ് 3 ആണ്. 4 പ്ലൈയിൽ സൈസ് 3. ഇനി സൈസ് 4 ഇത് 4 പ്ലൈ യാൺ തന്നെയാണ്, പക്ഷേ സൈസ് 4 യാണാണിത്. ഇതിലും 1 2 3 4 പ്ലൈ തന്നെയാണുള്ളത്, പക്ഷേ സൈസ് 4 ആണ്. ഇനി ഇതിൻ്റെ തന്നെ പല സൈസിലുള്ളതുണ്ട്. എൻ്റെ കയ്യിൽ ഇത് 2 നോക്കട്ടെ. ഇതും 4 പ്ലൈ ആണ്, പക്ഷേ സൈസ് 2 ആണെന്ന് തോന്നുന്നത്. ഇതും 4 പ്ലൈ തന്നെയാണ്. അല്ല, ഇത് 3 പ്ലൈ ആണ് കേട്ടോ. ഇത് 3 പ്ലൈ ആണ്, സൈസ് 3 ആണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കുക. ഇത് രണ്ടും സൈസ് 3 ആണാണ്, പക്ഷേ ഇത് 3 പ്ലൈ, ഇത് 4 പ്ലൈ. ഇത് രണ്ടും അക്രിലിക്കാണ്. ഇനി ഇവിടെ കോട്ടണിൽ ഇത് 4 പ്ലൈ ആണ്. 4 പ്ലൈ ആണാണ്, പക്ഷെ പ്യുവർ കോട്ടൺ. സൈസിൽ വ്യത്യാസം കണ്ടോ? അപ്പോൾ ഓരോ യാണിനും ഓരോ തിക്നെസ് ആയിരിക്കും. അക്രിലിക് യാൺ വെച്ച് ചെയ്ത ഒരു ക്യാപ്പ് ഞാൻ കാണിച്ചു തരാം. ബാക്കി ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിരിക്കാം. ഇത് അക്രിലിക് യാണിൽ ചെയ്ത ബേബി ക്യാപ്പാണ്. പ്യുവർ അക്രിലിക് യാണാണിത്, വേറെ ഒന്നുമില്ല അതിനകത്ത്. ഓക്കെ. അക്രിലിക് യാണിന് പിന്നെ ഒരു പ്രത്യേകത, ഇത് വലിയും, നല്ലപോലെ വലിയും. വെയിറ്റ് കൊടുക്കുമ്പോൾ അതനുസരിച്ച് അത് വലിയും. കോട്ടൺ യാൺ പക്ഷേ ഒട്ടും വലിയില്ല, അങ്ങനൊരു കാര്യമുണ്ട്. എൻ്റെ കയ്യിലുള്ള കോട്ടൺ യാൺ ഞാൻ ഒന്ന് കാണിച്ചല്ലോ. ഇത് കോട്ടൺ യാണിൽ സൈസ് 1 വരുന്നത്. ഇത് വേറൊരു കോട്ടൺ യാൺ. ഈ കോട്ടൺ യാൺ എൻ്റെ അധികവും കോട്ടൺ ബ്രാൻഡിൻ്റെതാണ് ഉള്ളത്. ഏകദേശം എല്ലാം തീരാറായി. ഇത് സൂചി ആമി കോട്ടൺ, 100% കോട്ടൺ 4 പ്ലൈ. ഇത് പക്ഷേ സൈസ് 3 ആണ് ഇതിൽ വരുന്നത്. 3.5 തൊട്ട് 5 mm ഹുക്ക് വരെയാണ് ഇത് പറയുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഈ നീല സൈസ് 1ഉം ഇത് സൈസ് 3ഉം ആണ്. കണ്ടോ? രണ്ടും തമ്മിലുള്ള തിക്നെസ് വ്യത്യാസം കണ്ടോ? ഇതും സൈസ് 3 ആണ്, ഇതും സൈസ് 3 ആണ്. ഇത് രണ്ടും അനുസരിച്ചും സൈസ് പറഞ്ഞിരുന്നാലും മെറ്റീരിയൽ അനുസരിച്ചും തിക്നെസ്. നിങ്ങളൊരു പാറ്റേൺ ഫോളോ ചെയ്യുമ്പോൾ അതിനകത്ത് സൈസ് 3 അക്രിലിക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ എടുക്കുന്നത് സൈസ് 3, ഇത് സൈസ് 3 അല്ല, സൈസ് 3. ഓക്കെ, ഡിഫറൻസ് വേണ്ട. അപ്പം നിങ്ങൾ എടുക്കുന്നത് കോട്ടണിലെ സൈസ് 3 ആണെങ്കിലും അവർ പറഞ്ഞിരിക്കുന്ന സൈസിലെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയലും കൂടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി ഞാൻ കോട്ടണിൽ ചെയ്ത 1-2 സാധനങ്ങൾ കാണിച്ചു തരാം, ബാക്കി ഞാൻ ഫോട്ടോ ആഡ് ചെയ്തിരിക്കാം. ഇത് ഈ അടുത്തിടെ ചെയ്തതാണ്, ഹെഡ് ബാൻഡ്.
ഇത് വേറെ ഒരുപാട് സാധനങ്ങളുണ്ട്, ഞാൻ ഫോട്ടോ ആഡ് ചെയ്തിരിക്കാം. ഇനി കോട്ടൺ അക്രിലിക് ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇത് കോട്ടണും അക്രലിക്കും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ളതാണ്. പ്യുവർ കോട്ടൺ അല്ല, പക്ഷേ പ്യുവർ കോട്ടൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ പ്യുവർ കോട്ടൺ കുറച്ചൊരു കട്ടി ടൈപ്പായിരിക്കും. ഇത് പക്ഷേ സോഫ്റ്റാണ്, ബ്ലെൻഡ് ആയതുകൊണ്ട് കുറച്ചുകൂടെ സോഫ്റ്റാണ്, കാണാനും കുറച്ചുകൂടെ ഷൈനിങ് ലുക്കുണ്ട്. പക്ഷേ നമ്മുടെ പ്യുവർ കോട്ടണിനകത്ത് ആ ഷൈനിങ് എഫക്റ്റ് കിട്ടില്ല. കുറച്ചുകൂടെ ഡ്യൂറബിളാണ്, കാണാൻ കുറച്ചുകൂടെ ഒരു ലുക്ക് കൂടുതൽ ഈ ബ്ലെൻഡഡ് ഐറ്റത്തിനാണ്. ഇത് കോട്ടണും അക്രലിക്കും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ളതാണിത്. ഇത് വെച്ച് ഞാൻ ചെയ്ത ഒരു മൊബൈൽ ബാഗാണിത്. ഈ ആണ് വെച്ചിട്ട് ചെയ്തതാണ്. ഇതെല്ലാം ഈ ചെയ്തിരിക്കുന്നത് ഫുള്ള് ഈ സെയിം മെറ്റീരിയലിലാണ്. ആ സ്റ്റിച്ചസ് എല്ലാം എടുത്ത് കാണുന്നുണ്ട്, കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ അടുത്തിടയ്ക്കാണ് ആദ്യമായിട്ട് മേടിച്ചത്. ഇതും ഹോബി സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. ആരൻ ആക്രിക്കോട്ട് 51% കോട്ടണും 49% പ്രീമിയം അക്രലിക്കും. ഇതിൻ്റെ സൈസ് വന്നിട്ട് സൈസ് 4 മീഡിയം വേസ്റ്റഡ് ആണിത്. റെക്കമെൻഡഡ് ഹുക്ക് സൈസ് 4 to 5 mm. ഓക്കെ, അതാണ് ഇത്. എനിക്കിത് കുറച്ചുകൂടെ കൊള്ളാമെന്ന് തോന്നിയത് ഇതാണ്. ഇതിനകത്ത് നമ്മുടെ വെറും അക്രലിക്ക് മാത്രമുള്ളത് എടുക്കുന്നത് പോലെ ഫസിനെസ് ഇതിൽ വരില്ല, എന്നാൽ കോട്ടൻ്റേതായുള്ള സ്ട്രെങ്ത്തും കിട്ടും, ക്വാളിറ്റിയും കിട്ടും. ഓക്കെ, പിന്നെ വരുന്നത് ഇത് ഷിനയിലാണ്. എന്താ വെൽവെറ്റിൻ്റെ, ഇതും ഹോബി സ്റ്റോറിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. എൻ്റെ വേറെയും ഉണ്ട്, ഗംഗ ബ്രാൻഡിൻ്റെതും എൻ്റെ കയ്യിലുണ്ട്. ഇത് ഗംഗ ബ്രാൻഡിൻ്റെതാണ്. ഇത് വന്നിട്ട് ഹോബി സ്റ്റോറിൻ്റെത്. ഇത് സൈസ് 6 ആണിത്. അതിൻ്റെ തിക്നെസ് ഉണ്ടോ? ഇത് സൈസ് 6, ഇത് സൈസ് 5. ഇനി ഇതിൻ്റെ സൈസ് 4 എന്നിട്ടതാ ഇത്. തിക്നെസ്സിലെ ഡിഫറൻസ് നോക്കിയോ, കണ്ടോ? 4, 5, 6. ഇത് നമ്മൾ ഒരുവിധം എന്ത് സാധനങ്ങളും ഉണ്ടാക്കാൻ ഇതൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇതിനൊരു പ്രശ്നമുള്ളത് ഞാൻ എടുത്തത് കാണിച്ചു തരാം. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് തിന്നൊരു യാണും അതിൻ്റെ പുറത്ത് ഈ സാധനം വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ അറ്റത്തുനിന്ന് ഇങ്ങനെ ഊരിപ്പോരും, കണ്ടോ? ഷെഡ് ചെയ്യും. ഇത് മുറിഞ്ഞു പോകുന്നതല്ല, ആ ത്രെഡിൽ നിന്ന് ഇത് ഊരിപ്പോരുന്നതാണ്, കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് ലാസ്റ്റ് നമ്മൾ നീറ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, കൊച്ചു കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ്സാണ് നമ്മൾ ഇത് വെച്ച് ചെയ്യുന്നതെങ്കിൽ വലിയ റിസ്ക്കാണ്, കുഞ്ഞുങ്ങളുടെ വായിൽ പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. ഞാൻ കഴിവതും കൊച്ചു കുട്ടികൾക്കുള്ള ടോയ്സ് ഇതുപയോഗിച്ച് ചെയ്യാറില്ല. ഷോക്കേസ് ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഇപ്പോൾ തൊപ്പി, ചെരുപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ കുഞ്ഞുങ്ങളെടുത്ത് കടിക്കും എന്നുള്ളതൊന്നും കഴിവതും ഇത് വെച്ച് ഞാൻ ചെയ്യാറില്ല, കണ്ടോ? പിന്നെ ഈ അടുത്തിടയ്ക്ക് ഞാനൊരു വീഡിയോയിൽ കണ്ട് നിങ്ങൾക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഞാൻ ചെയ്യുന്നത് ഇത് നമ്മുടെ ലൈറ്റർ വെച്ച് ഇത് കരിഞ്ഞു പോകാത്ത രീതിയിൽ അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഊരിപ്പോകില്ല. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നാലും കുഞ്ഞുങ്ങൾക്കുള്ള ടോയ്സ് ഇത് വെച്ച് ചെയ്യാൻ എനിക്ക് ഒരു ധൈര്യം പോരാ. അതുകൊണ്ട് വലിയവർക്ക് ചെയ്യുന്നതിനകത്ത് ഇത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇനി ഇത് വെച്ച് ചെയ്ത 1-2 സാധനങ്ങൾ കാണിച്ചു തരാം.
ഇത് ഞാൻ ആദ്യം കാണിച്ച സൈസ് 4 യാൺ വെച്ചിട്ട് ചെയ്തതാണ്. ഇത് ബ്ലാങ്കി യാൺ സൈസ് 6 വെച്ചിട്ട് ചെയ്തത്. ഫിനിഷ് ആയിട്ടില്ല, ഇനി എൻ്റെ ക്യാപ്പൊക്കെ ചെയ്യണം. പിന്നെ സൈസ് 4 യാൺ വെച്ചിട്ട് ചെയ്തത് തന്നെയാണ് ഇതും. ഈ ക്യാപ്പ് ബാലക്ലാവ എന്ന് പറയും, നമ്മുടെ മങ്കി ക്യാപ്പിൻ്റെയൊക്കെ വേറൊരു വെർഷൻ. ഇത് ഫിനിഷായത്. ഇനി അടുത്തൊരെണ്ണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പകുതിയായി, കുറച്ചുകൂടെ ഉണ്ട്. ഓക്കെ, ഇനി വേറെയും കുറേ ടോയ്സൊക്കെ ഞാനിത് വെച്ച് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിരിക്കാം. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ കാണിച്ചു. ആദ്യം ഞാൻ മേടിച്ചത് മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിനകത്ത് ഇത് നമ്മൾ ചെറിയ ത്രെഡ് വെച്ചിട്ട് ക്രോഷേ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഹുക്കുകളാണ്. 1mm അതിലും ചെറുതും ഒക്കെ ആയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ സെറ്റായിട്ട് കിട്ടുന്നതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹുക്സ്. ഇത് 8 എണ്ണം ഉണ്ട്. 2.5mm മുതൽ 6mm വരെയുള്ള സൈസാണ് ഇതിൽ വരുന്നത്. ഇതാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതുപോലുള്ള മെറ്റാലിക് ഹുക്കാണ്, അലുമിനിയം ഹുക്ക്. ഇത് ഞാനിപ്പോൾ വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്കിത് ഈ ടൈപ്പ് യൂസ് ചെയ്ത് ശീലിച്ചതിന് ശേഷം എനിക്കിത് അത്ര കൈ വഴങ്ങി വരുന്നില്ല. ഞാൻ മുമ്പ് ഇത് വെച്ച് ഈ രീതിയിലാണ്, പെൻസിൽ ഗ്രിപ്പ് രീതിയിലാണ് ഞാൻ ക്രോഷേ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നൈഫ് ഗ്രിപ്പായി. അപ്പോൾ അത് ക്രോഷേ ഹുക്സ്. പിന്നെ ഈ സെറ്റിൻ്റെ കൂടെ വരുന്നത് ഇത് സിസേഴ്സാണ്, യാൺ കട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇത് ക്രോഷേയുടെ അല്ല, നിറ്റിങ് ചെയ്യുന്നവർക്ക് ഉള്ളതാണിത്. നിറ്റിങ്ങിൻ്റെ നീഡിലാണ്. അതിൻ്റെ കൂടെ വരുന്നത് ഇത് സ്റ്റോപ്പർ. അവർ നിറ്റ് ചെയ്ത് ആ നൂല് ഇതിനകത്ത് വെച്ചിരിക്കും, ആ ത്രെഡ് അതിനകത്ത് വെച്ചിരിക്കും. അപ്പോൾ അത് ഇതിൽ നിന്ന് ഊരിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റോപ്പറാണിത്. നമ്മളിത് യൂസ് ചെയ്യാറില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ സ്റ്റിച്ച് കൗണ്ടർ, റോ കൗണ്ടർ, ഇനി ഒരെണ്ണം വലുത് ചെറുതൊക്കെ ഉണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് ഈ രീതിയിൽ ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഓരോ റൗണ്ട് ചെയ്ത് കഴിയുമ്പോഴും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എത്രയായി എന്നുള്ളത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ ബാക്കി എൻ്റെ മാർക്കറൊക്കെ ഇവിടെ എവിടെയോ കിടപ്പുണ്ട്. 2 ടൈപ്പ് മാർക്കർ ക്രോഷേ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന അമുഗ്രിമൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള പിന്ന് വെച്ചിട്ടാണ് ഓരോ പാർട്സും ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് കുത്തി വയ്ക്കുന്നത്. അതായത് ഇപ്പോൾ ഇത് നമ്മൾ 2 പീസായിട്ടാണ്, ഇത് ഞാൻ സിംഗിൾ പീസായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൽ മൂക്കിൻ്റെ ഭാഗം മാത്രം വേറെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് നോക്കേണ്ട പൊസിഷനിൽ ഇതിങ്ങനെ വെച്ച് സെക്യൂർ ചെയ്ത് നോക്കി തല മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് പിന്നെ ഇതുപോലുള്ള കമ്പി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ടോയ്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൈയൊക്കെ ഷേപ്പിന് ഇങ്ങനെ നമുക്ക് തിരിക്കാനോ മടക്കാനോ ഒക്കെ പറ്റുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ പെറ്റൽ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പല രീതിയിൽ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അത് ഇതുപോലത്തെ ബാംബൂ സ്റ്റിക്സ്, ഇത് ഞാൻ അധികം ഫ്ലവർ ചെയ്യുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. പോട്ടിൽ ചെയ്യുമ്പോൾ ഈ ഭാഗം വെച്ച് ഇങ്ങനെ കുത്തി ഇറക്കി നിർത്താൻ എളുപ്പമുണ്ട്. ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി പൂവൊക്കെ എവിടെയോ പോയി. പിന്നെ ഇത് ഡാണിങ് നീഡിൽ, പ്ലാസ്റ്റിക് ഡാണിങ് നീഡിലാണ്. ബ്ലണ്ട് എൻഡായിരിക്കും, പോയിൻറ്റഡ് അല്ല. സാധാരണ നമ്മുടെ സൂചി കൂർത്തല്ല ഇരിക്കുന്നത്, ഇതങ്ങനെയല്ല, കൂർത്തല്ല ഇരിക്കുന്നത്. ഇതുപോലത്തെ 4 എണ്ണം എന്തോ ഈ സെറ്റിനകത്തുണ്ടായിരുന്നതാണ്, ബാക്കി എവിടെയോ കാണും. ഇത് വലുത്. ഇത് പിന്നെ ഞാൻ ചെറിയ ടോയ്സൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഗ്യാപ്പിൽ കൂടെ കയറി വരാൻ പാടായതുകൊണ്ട് 3 സൈസിലുള്ള സ്റ്റീലിൻ്റെ നീഡിൽസ് ഞാൻ വാങ്ങിച്ചത്. ഇത് 2 സൈസാണ്. പിന്നെ ഇനിയും ഉണ്ട് സ്റ്റീലിൻ്റെ. ഇതും ബ്ലണ്ട് നീഡിൽസാണ്, പോയിൻറ്റഡ് അല്ല.
പിന്നെ നമുക്ക് ക്രോഷ്യോ വെച്ചിട്ട് എന്ത് വേണോ ചെയ്യാം. ഞാനിപ്പോൾ റീസെൻ്റ്ലി ചെയ്യാൻ വാങ്ങിച്ചൊരു സാധനമാണ് ചെറിയ അലിഗേറ്റർ ക്ലിപ്പ്. ഇനി ഇത് വെച്ചിട്ട് 1-2 സ്ലൈഡൊക്കെ ചെയ്യണമെന്നുണ്ട്. ചെയ്തത് ഇവിടെ എവിടെയോ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ക്രോഷ്യോ വെച്ചിട്ട് നമുക്ക് ഒരുവിധം എല്ലാ ഐറ്റംസും, എന്ത് സാധനം വേണമെങ്കിൽ, ഡെക്കറേഷൻ ഐറ്റംസ്, വിയറബിൾസോ ടോയ്സോ എന്ത് വേണോ നമുക്ക് ചെയ്യാം. നമ്മുടെ ഇമാജിനേഷനും നമ്മുടെ ക്രിയേറ്റിവിറ്റിക്കും അനുസരിച്ച് ഒരുവിധം എല്ലാ സാധനങ്ങളും ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോന്നിനും എന്ത് മെറ്റീരിയലാണ് എടുക്കേണ്ടത്, നമ്മുടെ യൂസിനനുസരിച്ചാണ് എന്ത് മെറ്റീരിയലാണ് ഏത് സൈസാണെന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ക്രോഷ്യോയെക്കുറിച്ച് അറിയുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഞങ്ങൾക്ക് ക്രാഫ്റ്റ് ആഴ്ചയിൽ ഒരു ദിവസം ക്രാഫ്റ്റ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് എംബ്രോയ്ഡറിയും സ്റ്റിച്ചിങ്ങും ക്രോഷ്യൊക്കെ പഠിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ജസ്റ്റ് ബേസ് പഠിച്ചു, കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. അന്ന് ഈ നൂലിൻ്റെ വെറൈറ്റിയെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ആ സമയത്ത് വാങ്ങിച്ച നൂലാണ് ഞാൻ ആദ്യം കാണിച്ച ഇതൊക്കെ. ആ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വാങ്ങിയ നൂലാണ്. ഇതിൽ ഞാൻ അധികം ഒന്നും ഉണ്ടാക്കിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ലാൻഡ് ഫോണിൻ്റെ മുകളിലിടുന്ന കവറ്, ചെറിയൊരു തൊപ്പി, കുറച്ച് പൂക്കൾ, അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 3 years ബാക്കാണ് ഞാൻ വീണ്ടും ക്രോഷ്യോയിലോട്ട് വരുന്നതും. ആ സമയത്ത് എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒത്തൻറ്റിക്കായിട്ട് പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഇതിൻ്റെ കോഴ്സ് ചെയ്തു. അപ്പോഴാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യാൺ ഉണ്ടെന്നും ഹുക്ക് പല സൈസിലും. അപ്പോഴും എൻ്റെ കയ്യിൽ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ഒരു ഹുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓരോ പ്രോജക്റ്റിനും ഓരോ രീതിയിലാണ് യാണും ഹുക്കും സെലക്ട് ചെയ്യേണ്ടതെന്നും എല്ലാം ആ കോഴ്സിലാണ് ഞാൻ പഠിച്ചത്. അതിന് ശേഷം ഒരുപാട് സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കി. ഇപ്പോൾ എനിക്കതൊരു പാഷൻ പോലെയാണ്. സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കും പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ ഫ്രീ വീഡിയോസ്, ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ട്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾക്കൊരു ഹോബി എന്നുള്ള നിലയിലാണ് നിങ്ങൾ ക്രോഷ്യോ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം ഉണ്ടാക്കാനാണെങ്കിൽ യൂട്യൂബ് വീഡിയോസ് നിന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം, കുഴപ്പമില്ല. പക്ഷേ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകമെന്നോ സ്മോൾ ബിസിനസ്സെന്നോ അങ്ങനെ എന്തെങ്കിലും ആണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ ബെറ്റർ ഒരു കോഴ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈം പീരീഡ് വെച്ച് നിങ്ങൾ പഠിക്കേണ്ട അതിൻ്റെ ബേസിക്സ് കംപ്ലീറ്റ് പഠിച്ചു തീരും. അല്ലാതെ നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ആ ഒരു ലെവലിലോട്ട് എത്താൻ കുറച്ച് ടൈം എടുക്കും. കാരണം നിങ്ങൾ ഓരോ സ്റ്റിച്ചും ഏതൊക്കെ സ്റ്റിച്ചാണ് ആവശ്യം, എത്ര സ്റ്റിച്ച് വേണം, ഇപ്പോൾ ഒരു കസ്റ്റം ഓർഡർ വന്നിരുന്നാലും അത് എങ്ങനെ ചെയ്യണം, ഏത് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെ, അതൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തെ കോഴ്സ്, 15 ദിവസത്തെ, ഞാൻ ചെയ്തത് 10 ദിവസത്തെ കോഴ്സാണ്. സോയിൽ ലിറ്റിൽ എന്ന് പറയുന്നൊരു ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരുടെ ഓൺലൈൻ ക്ലാസ്സാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അത് ഗൂഗിൾ മീറ്റ് വഴിയുള്ള ഓൺലൈൻ ക്ലാസ്സായിരുന്നു, ലൈവ് ക്ലാസ്. പിന്നെ റെക്കോർഡഡ് വീഡിയോസും അയച്ചു തരുന്നു. അങ്ങനെയാണ് ഞാൻ കോഴ്സ് ചെയ്തത്. മാം എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു തന്നു. അപ്പം നിങ്ങൾക്കും നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഇനീഷ്യൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോഴ്സ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ബൈ.